ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ആദ്യം തന്നെ പറയുന്നു, എൻ്റെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് കമൻറ്റ് ഇടണം. പിന്നെ ഞാനിവിടെ ഇപ്പോൾ ചെയ്യുന്നത് വലിയ കറിയൊന്നുമല്ല, നമ്മുടെ കടലക്കറി. നമ്മുടെ ഈ കറുത്ത കടലയെന്ന് പറയും, ചുവന്ന കടലയെന്ന് പറയും. ഇത് ഞാൻ പറയൽ ഇത് കറുത്ത കടലയെന്നാണ്. മീൻസ് ബ്ലാക്ക് കളറിൽ, മീൻസ് റെഡ് കളറിലല്ല, അങ്ങനെ ആ ഒരു ഷെയ്ഡായിട്ട് വരുന്ന കടല. അപ്പോൾ ഈ കടലക്കറി വെക്കാനുള്ള തയ്യാറാണ്. അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7 മന്ത്തൊക്കെ കഴിഞ്ഞു. ഇതുവരെ എനിക്ക് സബ്സ്ക്രൈബറും കൂടിയിട്ടില്ല. ഞാൻ വീഡിയോ അപ്ലോഡും ചെയ്യാറില്ല. വീഡിയോ അപ്ലോഡ് ചെയ്താലല്ലേ ഞങ്ങൾക്ക് സബ്സ്ക്രൈബറൊക്കെ കിട്ടും. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഷോർട്സ് വീഡിയോ ഒക്കെ ജസ്റ്റ് ഇടലുണ്ട്, അല്ലാണ്ട് ഞാൻ ലോങ് ആയിട്ടുള്ള വീഡിയോ ഇടലില്ല. അങ്ങനത്തെയൊക്കെ കഥയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഈ കുക്കറിലേക്ക് എല്ലാം ആഡാക്കി, തക്കാളി, ഉള്ളി, കടല, ഉപ്പ്, അങ്ങനെയല്ല. പിന്നെ ഈ കടലക്കറിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന അപ്പം എന്ന് പറയുന്നത് നമ്മളെ പുട്ടാണ്. പണ്ട് അറിവ് തൊട്ടേ പറയലും കടലക്കറിയും പുട്ടും. അങ്ങനെ ഈ കറി ഞാൻ ഉണ്ടാക്കുന്ന നൈറ്റാണ്. പിന്നെ നൈറ്റാക്കി വെച്ചിട്ട് മോർണിംഗ് ഞാൻ അപ്പം ചുടും. രാവിലത്തേക്കുള്ളതാണ് ഈ കറി. പിന്നെ രാത്രിത്തേക്ക് എടുത്തതല്ല, രാവിലത്തേക്ക് വേണ്ടി രാത്രി റെഡിയാക്കിയിട്ട് വെച്ചത്. അങ്ങനത്തെ കഥ. അങ്ങനെ പിന്നെ എന്താ പറയല്, രാവിലെ ഞാൻ വീണ്ടും ഇത് രാത്രിത്തെ കഴിഞ്ഞിട്ട് ഷൂട്ടെല്ലാം സ്റ്റോപ്പാക്കിയിട്ട് രാവിലെയാണ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കുന്നത്. അപ്പം ചുടുന്ന വീഡിയോ ആണ് ഞാൻ രാവിലെ എടുക്കുന്നത്. കറിയൊക്കെ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെന്താ പറയല്, പിന്നെ നമ്മൾ ഈ ക്ലീനിങ് ആണ്. എത്ര കുറച്ച് പണിയെടുത്താലും, എത്ര ജസ്റ്റ് കിച്ചണിൽ കഴിഞ്ഞാലും, ഒരു ചായ വെക്കാനും പോലും കിച്ചണിൽ കഴിഞ്ഞാലും നമ്മൾക്ക് ഈ തീരാത്തൊരു പണിയുള്ളത് ഈ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കുന്നതും ഈ പാത്രം കഴുകുന്നതാണ് ഏറ്റവും വലിയ പണി. ഞാൻ പറയുന്നത് അത് എന്തോ ഒരു പണി തന്നെ. മീൻസ് ഇത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്കത് ഞാൻ വിചാരിക്കുന്നത്, മാക്സിമം ഞാൻ ഈ പാത്രമൊക്കെ കഴുകും. എന്നാലും പോലും ഈ പാത്രം അത് ഡെയിലി ഉണ്ടാവും. ഇനി അഥവാ നമ്മളിപ്പോൾ കിച്ചണിൽ കയറിയില്ല എന്ന് വിചാരിക്കാം, ജസ്റ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കയറിയെങ്കിൽ അവിടെയും പാത്രം തന്നെ, ഇവിടെയും പാത്രം തന്നെ. എന്തെങ്കിലും ജസ്റ്റ് ഒരു എന്ത് പറയില്ല, ഒരു ഓംപ്ലേറ്റ് ആക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ഇത്. പിന്നെ ഇത് തന്നെ കിച്ചണിൽ തന്നെയാണ്. അങ്ങനെ പിന്നെ എല്ലാം കറീൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറയല്, നമ്മൾ ഈ കറി ഇങ്ങനെ റെഡി ആകാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതവിടെ സെറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഫുള്ള് കൗണ്ടർ ടോപ്പിൽ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. എനിക്ക് പിന്നെ കുറച്ച് ജാസ്തി എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം. അവിടെ എന്തെങ്കിലും ഒന്നാകുമ്പോൾ അവിടെ തോർത്തൽ, ഇവിടെ തോർത്തൽ. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ എന്തോ അല്ലേ. ഞാൻ വിചാരിക്കലും എനിക്ക് മാത്രം ഇത്ര ഇത്. അങ്ങനെ പിന്നെ എന്താ പറയല്, അങ്ങനത്തെയൊക്കെ കഥ. പിന്നെ എൻ്റെ ക്ലീനിങ്ങൊക്കെ ഒരുമാതിരി കഴിഞ്ഞു. ഞാൻ പാത്രമൊക്കെ കവുന്നത് നമ്മളെ പുറത്തൊരു കിച്ചണുണ്ട്. മീൻസ് കിച്ചൺ എന്ന് വെച്ചാൽ ഞാൻ കുക്കാക്കുന്നതൊക്കെ ഇവിടെയാണ്. പിന്നെ ഇതെൻ്റെ ഓപ്പൺ കിച്ചണാണ് ഞാനിപ്പോൾ യൂസ് ആക്കുന്നുള്ളത്. പിന്നെ പുറത്തൊരു കിച്ചണുണ്ട്, അവിടെ ഞാൻ പാത്രം കഴുകലും പിന്നെ എന്താ പറയല്, പാത്രം കഴുകി ഇതാക്കിയിട്ട് വെക്കലൊക്കെ അവിടെയാണ്. ഇവിടെ അതൊന്നും അത്രയില്ല. ഇവിടെ ഞാൻ പാത്രം കഴുകൽ കുറവാണ്. ഫുഡാക്കാൻ മാത്രമാണ് ഈ കിച്ചൺ യൂസ് ആക്കൽ. പാത്രം കഴുകുന്നതൊക്കെ പുറത്ത് കിച്ചണിലാണ്. ഈ കിച്ചൺ അങ്ങനെ ഞാൻ പാത്രം കഴുകാനൊന്നും യൂസ് ആക്കൽ കുറവാണ്. അങ്ങനെ പിന്നെ കുറേ പാത്രമില്ല, കുറച്ച് പാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പിന്നെ ആ പാത്രമൊക്കെ ഞാൻ എത്ര കുറച്ചായെങ്കിലും അതപ്പം കയറ്റി വെക്കുന്ന ശീലം എനിക്കുണ്ട്. അത് പിന്നെ കുറേ ആവാനും കുറേ ആയിട്ട് ഒന്നിച്ചിട്ട് കവാനുള്ള അങ്ങനെ ഞാൻ വെക്കാറില്ല. അങ്ങനെ വെച്ചാൽ അത് പിന്നെ കൂടിയിട്ട് പോകും. എനിക്ക് പിന്നെ അത് ഭയങ്കര തലവേദനയാണ്. ഒന്നാകെ നിറച്ചുമായിട്ടാകുമ്പോൾ കഴുകുന്നില്ലേ, ഭയങ്കര ഇറിറ്റേഷനാണ്.
അതിൻ്റെ ഇടയിൽ പിന്നെ എൻ്റെ മോള് വന്നു. എൻ്റെ മോള് ഈ മിച്ചറില്ല അതൊക്കെ കഴിച്ചിട്ട് കൈ കഴുകുമ്പോൾ ചോദിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പിന്നെ കൈകളെല്ലാം വെള്ളമെല്ലാം കുടിക്കാൻ കൊടുത്തോളമുള്ള പാട്ടിൽ അങ്ങനെ പിന്നെ എൻ്റെ കറീൻ്റെ പീസിലെല്ലാം അങ്ങനത്തെ. പിന്നെ നമുക്ക് ഒരു 5-6 പീസിൽ കടലക്കറിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അത്ര പീസിലെല്ലായി. പിന്നെ ഞാൻ കടലക്കറിക്ക് തേങ്ങയും കടലയും ഒന്നിച്ചിട്ട് മിക്സിയിൽ ഇതാക്കിയതിന് ശേഷം അരച്ചിട്ട് കൂട്ടുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഈ കടലയും കുറച്ച് തേങ്ങ, കുറേയല്ല, ഒരു അരമുറി തേങ്ങ തേച്ചും വേണ്ട, അതിന് പകുതി മതി. അത് ആ ഒരു തേങ്ങാൻ്റെ അരപ്പിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങനെ കിട്ടാൻ. കടല നല്ല വെന്തിട്ട് വരണം. എന്നിട്ട് കടലയും ആ തേങ്ങയും നല്ല തണിഞ്ഞതിന് ശേഷമാണ് മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ഇതാക്കേണ്ടത്. പിന്നെ തണിയാത്ത എല്ലാം മിക്സിൻ്റെ ജാറിൽ ഇതാക്കിയതിന് ശേഷം ഇങ്ങനെ എവിടെയെങ്കിലും മിക്സി ഓണാക്കിയിട്ട് ഇതായാൽ അത് ഭയങ്കര ചൂടാണ്. അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഫേസിലൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. അങ്ങനെ പിന്നെ ഞാൻ ചട്ടിയിലൊക്കെ ഒരു കടായം വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിക്കൊടുക്കും. ഫസ്റ്റ് കടുക് ഇതാക്കിയതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളി ആഡാക്കുന്നത്. പിന്നെ നമ്മുടെ ഈ കറിവേപ്പില ലാസ്റ്റ് പിന്നെ കടല ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്നും കൂടി ഇതാക്കാൻ വെക്കും, വേകാൻ. ആ മൺചട്ടിയിൽ ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഒരു ടേസ്റ്റാണ്. അങ്ങനെ അങ്ങനെ പിന്നെ അരപ്പൊക്കെ അതിലൊക്കെ ആഡാക്കി ഞാൻ പറഞ്ഞിട്ട് മിക്സിയിൽ തേങ്ങയും കടലയും ഒന്നിച്ചിട്ട് അരച്ചിട്ട് അതിലേക്ക് ആഡാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഇതാക്കും. പിന്നെ നമ്മളെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് മല്ലിയില, കറിവേപ്പില. അതിട്ടാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കടലക്കറിക്ക്. നമുക്ക് എന്തിലേക്കും ഒഴിച്ച് കൂട്ടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ മല്ലിയിലയും കറിവേപ്പിലയും. എല്ലാത്തിലേക്കും മസ്റ്റാണ് ഈ മല്ലിയില, കറിവേപ്പിലെല്ലാം. അങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് കടലക്കറി ഈ ഒരു രീതിയിൽ വെച്ചാൽ. ആരും ഇതുവരെ ട്രൈ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കും. ഓക്കെ, അങ്ങനെ പിന്നെ വീണ്ടും പാത്രം പിന്നെ എനിക്ക് മാറില്ല, കഴുകൽ തന്നെ. അങ്ങനെ പിന്നെ എന്താ പറയല്, അതൊക്കെ അവിടെ നിന്ന് മാറ്റി. പിന്നെ ഇനി ഈ പാത്രം കൂടി കഴുകി കഴിഞ്ഞാലും കടലക്കറി സെറ്റായി. അവിടെ കടലക്കറി സെറ്റായിക്കോണുണ്ട്. അപ്പോൾ പിന്നെ ഈ കിച്ചണൊക്കെ ഇവിടെ ഓപ്പൺ കിച്ചൺ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ പുറത്ത് കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് അവിടെ പാത്രമെല്ലാം കഴുകിയിട്ട് അവിടെ എല്ലാം സെറ്റായതിന് ശേഷമാണ് പിന്നെ എല്ലാം കഴിഞ്ഞ്. അത് കഴിഞ്ഞെങ്കിൽ പിന്നെ എന്താ പറയല്, പിന്നെ അത്ര കിച്ചണിലത്ര പണിയില്ല, കിച്ചണൊക്കെ കഴിയും. അങ്ങനെ
പിന്നെ ഞാൻ നമ്മുടെ പുട്ടുപൊടി എന്ന് പറയുന്നത് അജ്മി പുട്ടുപൊടിയാണ്. അജ്മി പുട്ടുപൊടി ഭയങ്കര ടേസ്റ്റാണ് ഇതിൽ പുട്ടുണ്ടാക്കുമ്പോൾ. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് അജ്മി പുട്ടുപൊടിയിൽ പുട്ടുണ്ടാക്കുന്നത്. ഞാൻ അധികം ഉണ്ടാക്കുന്ന ഈ റവ കൊണ്ടും, റവ നമ്മൾ വറുത്തിട്ടല്ല അങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഈ അരി ചോറ് ഫ്രീസറിൽ വെച്ചിട്ട് ഇതാക്കിയിട്ടുള്ള മിക്സിയിൽ ക്രഷാക്കിയിട്ട് പുട്ടുണ്ടാക്കുന്നില്ല, അതും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ പിന്നെ ഇന്ന് ഫസ്റ്റായിട്ടാണ് പിന്നെ നമ്മുടെ അജ്മി പുട്ടുപൊടി ട്രൈ ആക്കുന്നത്. നല്ലതുണ്ട്, നല്ല ടേസ്റ്റാണ് അജ്മി പുട്ടുപൊടിയിൽ. അങ്ങനെ പിന്നെ പുട്ട് ഇതാക്കിയതിന് ശേഷം പിന്നെ ഞാൻ 3 കുറ്റി പുട്ടാണ് ഉണ്ടാക്കിയത്. അത്രയാണ്. നമ്മൾ കുറച്ചാളാണ്, ഞാനും എൻ്റെ ഹസ്സും എൻ്റെ മോളാണ് ഉള്ളത് വീട്ടിൽ. ഞങ്ങൾ 3 പേര് മാത്രമാണ് വീട്ടിലുള്ളത്. അങ്ങനെ 3 പേർക്കുള്ള 3 കുറ്റി പുട്ടാക്കി. അത്രയും നമുക്ക് ആവശ്യമില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കി ബാലൻസ് വരുന്നത്. അങ്ങനെ പിന്നെ വാഷിലേക്ക് തുണി ഇടാണ്ടായി. അങ്ങനെ പിന്നെ ആ പണിയൊക്കെ അതവിടെ അപ്പത്തിൻ്റെ പണി അവിടെ വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഈ വാഷിലൊക്കെ തുണി ഇട്ടിട്ട് പോയാൽ അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റായിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ വാഷിലൊക്കെ തുണി ഇട്ടിട്ടായിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ എന്നാന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ലൈക്ക് ഒക്കെ ചെയ്യണം. അങ്ങനെ ഫസ്റ്റാണെങ്കിൽ ഓൺ വോയിസിലൊക്കെ ഇതാക്കിയിട്ട് വീഡിയോ എല്ലാം അപ്ലോഡ് ആക്കുന്ന അതിൻ്റേതായ ഒരു മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിച്ച് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ഈ കടലക്കറി ഇതുവരെ ട്രൈ ആക്കാത്തവർ കടലക്കറി ട്രൈ ആക്കുക. അപ്പോൾ ഓക്കെ, ബൈ.